വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലെ സിദ്ധുവിൻ്റെ റീ എൻട്രീനെ കുറിച്ചുള്ള ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം സീസൺ 2 മുതൽ, അതായത് സീസൺ 2 ലച്ചു തിരിച്ചു വന്ന് ഉപ്പുമുളകിലോട്ട് തിരിച്ചു വന്നത് മുതൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റീ എൻട്രി സിദ്ധുവിൻ്റെ തന്നെയാണ്. സീസൺ 1 ലച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ലച്ചു എന്നൊരു കഥാപാത്രത്തെ അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു സീസൺ 1. പിന്നെ സീസൺ 1 അവസാനിച്ച് ഓൾമോസ്റ്റ് ഒരു 1.5 വർഷത്തിന് ശേഷമാണ് സീസൺ 2 തുടങ്ങുന്നത്. സീസൺ 2 തുടങ്ങുന്നത് ചെറിയൊരു ചേഞ്ചസ് ഒക്കെ ആയിട്ടാണ്. സിദ്ധു ഗൾഫിലാണ്, ലച്ചു പാറമട വീട്ടിലാണ് നിൽക്കുന്നത് എന്ന രീതിക്കൊക്കെ ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുതൽ സീസൺ 2 തുടക്കം മുതൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു റീ എൻട്രി അല്ലെങ്കിൽ ഒരു എൻട്രി എന്ന് പറയുന്നത് സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റേതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സിദ്ധു വരുന്നു എന്ന് പറഞ്ഞിട്ട് എപ്പിസോഡുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു എപ്പിസോഡിൻ്റെ അവസാനം വരില്ല എന്ന രീതിക്കുള്ള ക്ലൈമാക്സും കൊടുത്തിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു സീസൺ 2 കുറേ എപ്പിസോഡിൽ. സീസൺ 3 തുടക്ക എപ്പിസോഡിലും സിദ്ധു ഒരു മാസത്തിനകം തിരിച്ചു വരുമെന്ന രീതിക്ക് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും തന്നെ ഇല്ല. നമ്മുടെ രീതിക്കുള്ള അന്വേഷണം നോക്കിയപ്പോൾ നമുക്ക് സിദ്ധു എന്നൊരു ക്യാരക്ടറിൻ്റെ റീ എൻട്രി എപ്പോഴാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഏതാണ്ടൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആദ്യ ഷെഡ്യൂൾ ഇപ്പോൾ അവസാനിച്ച് കഴിഞ്ഞു. എല്ലാവരും അവർ ലീവിലാണ്. അടുത്ത ഷെഡ്യൂൾ ഒരാഴ്ചയ്ക്കകം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു മാസം 20 ദിവസത്തോളമായിരിക്കും ഇപ്പോൾ മുളകിൻ്റെ ഷൂട്ട് ഉണ്ടാവുക. അപ്പോൾ അടുത്ത ഷെഡ്യൂളിൻ്റെ ലാസ്റ്റ് ടൈമിലായിരിക്കും സിദ്ധു എന്നൊരു കഥാപാത്രം ഇപ്പോൾ മുകളിലോട്ട് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ആ ഒരു ആർട്ടിസ്റ്റ് ഡെയിൻ ഡേവിസ് ആണ് ഇപ്പോൾ ഇതുവരെയും അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെയിൻ ഡേവിസ് എന്നൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് അനുസരിച്ചായിരിക്കും അത് നീണ്ടുപോകാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുക. ഏതായാലും ഇപ്പോൾ ഡെയിൻ ഡേവിസിൻ്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഡെയിൻ ഡേവിസ് ആയിരിക്കുമ്പോൾ പുതുമുഖ ആർട്ടിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോൾ സിദ്ധു എന്നൊരു കഥാപാത്രം ചെയ്യാൻ പോകുന്നു എന്ന രീതിക്ക്. കാരണം അത് ഇതിനു മുമ്പ് ഉപ്പുമുളകിൽ സംഭവിച്ചിട്ടുണ്ട്. ഭവാനി അമ്മയെ മാറ്റി വേറൊരു പുതിയൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നതുപോലെ. പക്ഷേ സിദ്ധു എന്നൊരു കഥാപാത്രത്തിന് അത്രത്തോളം ഹൈപ്പ് കിട്ടാൻ കാരണം ഡെയിൻ ഡേവിസും കൂടിയാണ്. ആ ഒരു കഥാപാത്രം ഡെയിൻ ഡേവിസും കൂടി ചെയ്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു കഥാപാത്രത്തോളം ഹിറ്റായത്. അപ്പോൾ മാക്സിമം ഡെയിൻ ഡേവിസ് തന്നെയായിരിക്കും വരിക. മാത്രമല്ല ഡെയിൻ ഡേവിസ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും അണ്ടർ ഫ്ലവേഴ്സിൻ്റെ ചാനലിൽ തന്നെയാണ്. ഒരു പരിപാടി മ്യൂസിക്കൽ വൈഫ് എന്നൊരു പരിപാടി ഫ്ലവേഴ്സിൻ്റെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു സിദ്ധു എന്നൊരു ഡെയിൻ ഡേവിസ്. 100-ൽ 90% ആ ഒരു കഥാപാത്രത്തിലേക്ക് ഡെയിൻ ഡേവിസിനെ തന്നെ കൊണ്ടുവരാനായിരിക്കും ഉപ്പുമുളകും ടീമിൻ്റെ തീരുമാനം. ഇപ്പോൾ കറക്റ്റ് ആ ഒരു ക്യാരക്ടർ എൻട്രി തന്നു കഴിഞ്ഞാൽ ഉപ്പുമുളകിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അടിപൊളിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ കുറവ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ശിവാനി തിരിച്ചു വന്നു, ഭാസ്കരൻ തിരിച്ചു വന്നു. ഏതായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇവർ എല്ലാ എപ്പിസോഡിലും ഉണ്ടാവുമെന്ന് വെച്ചാൽ ഡൗട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് സിദ്ധു എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് അടിപൊളിയായിരിക്കുമെന്നുള്ള ഷുവറാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിദ്ധു വന്നാലും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ എപ്പിസോഡിലും മെയിൻ കഥാപാത്രമായിട്ട് ഉണ്ടാകുമോ എന്ന രീതിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് വീണ്ടും ഗൾഫിലോട്ട് പോയി എന്ന രീതിക്ക് കഥയിലോട്ട് മുന്നോട്ട് പോകാനായിരിക്കും ഉപ്പുമുളകും ടീമിൻ്റെ തീരുമാനം. കാരണം ഡെയിൻ ഡേവിസും കൂടി ഇപ്പോൾ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാലു, അതായത് ബീച്ചേട്ടനും ശ്രീകുമാർ, അതായത് ശ്രീകുട്ടനും, ഇങ്ങനെയൊക്കെ മേജർ കഥാപാത്രങ്ങളായി ഇവർക്കൊക്കെ ഈക്വൽ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതിൽ 1-2 എപ്പിസോഡൊക്കെ കടന്നു പോകാം. വന്ന ആ ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട് അങ്ങനെ സിദ്ധുവിൻ്റെ കഥാസന്ദർഭവും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകാം. പക്ഷേ എല്ലാ എപ്പിസോഡിലും ഇവരെ കൊണ്ടുവന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം അത് ഡൗട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഉപ്പുമുളകിൽ കണ്ടിന്യൂസ് ആയിട്ട് സിദ്ധു എന്നൊരു കഥാപാത്രം വരില്ല. ഏതായാലും ഇപ്പോൾ അവസാനം ഫിക്സ് ചെയ്തിരിക്കുന്നത് അടുത്ത മാസം സിദ്ധുവിൻ്റെ റീ എൻട്രി കൺഫേംഡ് ആക്കിയിട്ടുണ്ട്. ഏകദേശം അടുത്ത മാസത്തിലുള്ള എപ്പിസോഡുകളിൽ സിദ്ധു എന്നൊരു കഥാപാത്രം തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത്. നിങ്ങൾ ആ ഒരു ക്യാരക്ടറിൻ്റെ റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.